തിരുവാതിര ആയതുകൊണ്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കൂവപ്പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂവപ്പൊടി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കട്ടകളുണ്ട്. ഇത് പൊടിക്കാനായിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂവപ്പൊടി നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 കപ്പ് വെള്ളം ഈ പൊടിയോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇത് അടിച്ചെടുക്കാം. 1 കപ്പ് കൂവപ്പൊടി 4 കപ്പ് വെള്ളത്തിൽ അടിച്ചെടുത്തതാണിത്. കൂടുതൽ വെള്ളം ചേർക്കുന്നത് ഇത് പെട്ടെന്ന് കുറുകി വരും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. 1 കപ്പ് ശർക്കരയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുത്താലും മതി. പഞ്ചസാര എടുക്കുമ്പോൾ ഉരുക്കേണ്ടതില്ല. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പശുവിൻ പാൽ ചേർത്തും ഒന്ന് പാൽ ചേർക്കാതെയും. ഇപ്പോൾ ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റവ് ഓഫ് ചെയ്യാം. 1.25 കപ്പ് കൂവപ്പൊടി കലക്കിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അരിച്ചെടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറുകി വന്നു തുടങ്ങി. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ടൈപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് 2.5 കപ്പ് കൂവപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കൊടുക്കാം. നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. കൂവപ്പൊടി കുറുകിയതിന് ശേഷമാണ് പാല് ചേർക്കേണ്ടത്. തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ മറ്റു വീഡിയോസ് കാണുമല്ലോ അല്ലേ. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ 2 കൂവപ്പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ.